ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വൈശാഖ് മനോഹർ. ഈ വീഡിയോയിൽ നമ്മൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഫോട്ടോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആകാശം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കംപ്ലീറ്റ് ക്ലൗഡിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ഡൗട്ടാണ്. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ISS നമുക്ക് 5 മിനിറ്റോളം ആകാശത്ത് കാണാൻ സാധിക്കും. സാധാരണ കുറച്ച് നേരമൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 5 മിനിറ്റോളം ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കാണാനെങ്കിലും പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പൊന്നുമില്ല. എന്തായാലും നമുക്ക് ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. എങ്ങാനും നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറിയാണ്. അപ്പോൾ നമുക്കത് ഈ വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ISS ആകാശത്ത് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ISS ഡിറ്റക്ടർ എന്നാണ് പേര്. അപ്പോൾ ആദ്യം നമുക്ക് അത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഇതാണ് ISS ഡിറ്റക്ടർ ആപ്ലിക്കേഷൻ. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനാണ് വരുന്നത്. ഇവിടെ സൺഡേ 12 സെപ്റ്റംബർ, അതായത് ഇന്ന് 7:26 തൊട്ട് 7:31 വരെ ഇത് ആകാശത്ത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ആംഗിൾ ഓഫ് എലിവേഷൻ 89 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എവിടെ നിന്ന് നോക്കിയാലും അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ തന്നെ പോകുന്നത് കാണാൻ പറ്റും. താഴെ വേറെ ദിവസങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ 15 ഡിഗ്രി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 15 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ ആകാശത്തിന്റെ ഒരുപാട് സൈഡിലൂടെ താഴെ കൂടെ ആയിരിക്കും ഇത് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മരങ്ങളുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു ആംഗിളിൽ അത്യാവശ്യം നല്ല ഓപ്പൺ ഏരിയാസിൽ നിന്ന് നല്ല രീതിയിൽ വിസിബിൾ ആയിരിക്കും. സോ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഡേറ്റിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റഡാർ കാണാൻ പറ്റും. ഇവിടെ ഒരു കോമ്പസ് നിങ്ങൾക്ക് കാണാം. ഇതിൽ കുറേ പ്ലാനറ്റ്സും കാര്യങ്ങളും ഡയറക്ഷൻസും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇതിൽ നമുക്കൊരു യെല്ലോ സർക്കിൾ കാണാം. ഈ യെല്ലോ സർക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ നമ്മൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ്. അതായത് നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് പാർട്ട് എവിടെയാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ ഡയറക്ഷനാണ് ഈ യെല്ലോ സർക്കിൾ കാണിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ISS എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വൈറ്റ് കളർ നീഡിൽ കാണാം. അതിൻ്റെ അറ്റത്തായിട്ട് ഒരു ബ്ലൂ സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലൂ സർക്കിളാണ് ISS വിസിബിൾ ആകുന്ന പോയിന്റ്. അതായത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ് അത് കാണാൻ പറ്റുന്നത്. പിന്നെ ഒരു ബ്ലൂ ലൈൻ കൊടുത്തിട്ടുണ്ട്, അതാണ് ISS കടന്നു പോകുന്ന ഡയറക്ഷൻ. അപ്പോൾ അവിടെ ഒരു മാർക്കിംഗ്, അതായത് ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. അതായത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നോർത്ത് ഈസ്റ്റ് സൈഡിലോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ യെല്ലോ സർക്കിള് ആ ഒരു ബ്ലൂ സർക്കിളിന്റെ ഏരിയയിൽ ജസ്റ്റ് പോയിന്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഫോൺ പോയിന്റ് ചെയ്തിരിക്കുന്ന ഡയറക്ഷനിലാണ് ISS വിസിബിൾ ആകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ISS എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലൂ സർക്കിളിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്തിരിക്കുന്ന ലൈൻ ഫോളോ ചെയ്യുക. അതായത് നമ്മുടെ ഫോൺ മൂവ് ചെയ്യുക. അപ്പോൾ ആ യെല്ലോ സർക്കിള് ആ ലൈനിലൂടെ കടന്നു പോകുന്ന രീതിയിൽ നമ്മുടെ ഫോൺ മൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ പോയിന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡയറക്ഷനിലൂടെ ആയിരിക്കും ISS കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ISS ആകാശത്തിന്റെ ഏത് ദിശയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ റഡാർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആകാശത്ത് ISS ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതായത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്ത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് ഇത് കടന്നു പോകുന്നത്. പിന്നെ ഈ ആകാശം നോക്കിക്കഴിഞ്ഞാൽ ക്ലൗഡിയാണ്. എന്നിരുന്നാലും ചില ഏരിയാസിലൊക്കെ ആകാശം ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലൂടെ കാണാൻ പറ്റുമെങ്കിൽ മാത്രമേ വിസിബിൾ ആകൂ. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഫോട്ടോ എടുക്കാനായിട്ട് ഇനി മൊബൈൽ ക്യാമറയിൽ വേണ്ട സെറ്റിംഗ്സ് നോക്കാം. സോ സെറ്റിംഗ്സിൽ നിന്ന് പ്രോ മോഡ് സെലക്ട് ചെയ്യുക. ഇവിടെ കുറച്ച് കൺട്രോൾ ഫങ്ഷൻസ് ഉണ്ട്, നമുക്കതൊക്കെ സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് വൈറ്റ് ബാലൻസ് നോക്കാം. സോ വൈറ്റ് ബാലൻസ് ഇവിടെ എനിക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ അതുകൊണ്ട് ഞാൻ ഓട്ടോ തന്നെ സെലക്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഒരു 3000 കെൽവിൻ ടു 4000 കെൽവിൻ അതിനിടയ്ക്ക് സെറ്റ് ചെയ്യുക. 3500 കെൽവിൻ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഫോക്കസിങ് സെലക്ട് ചെയ്തിട്ട് ഇൻഫിനിറ്റിയിലോട്ട് ഫോക്കസ് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഏരിയ ഫോക്കസിലായിരിക്കും. അടുത്ത നമുക്ക് ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യാം. സോ ഷട്ടർ സ്പീഡിന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കുറഞ്ഞ വാല്യൂ ലോ ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും കുറഞ്ഞ വാല്യൂ 32 സെക്കൻഡ്സ് ആണ്. സോ ഞാൻ അത് സെറ്റ് ചെയ്യുവാണ്. 20 സെക്കൻഡ്സ് ഒക്കെ മതി. ഞാനിവിടെ 32 സെക്കൻഡ്സ് എന്താ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആകാശം ഒരുപാട് ക്ലൗഡി ആയതുകൊണ്ട് നമുക്കിത് ഫോട്ടോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 32 സെക്കൻഡ്സ് ഞാൻ സെറ്റ് ചെയ്യുവാണ്. നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ 16 സെക്കൻഡ്സ് ആകാം, 20 സെക്കൻഡ്സ് ആകാം, ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞത് 8 സെക്കൻഡ്സ് വരെ കാണത്തുള്ളൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഷട്ടർ സ്പീഡിന്റെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യുക. അടുത്തത് ISOന്റെ കാര്യം പറയുകയാണെങ്കിൽ, ISO ഒരു 400 to 1000 ഇടയ്ക്ക് നമ്മുടെ ലൈറ്റിംഗ് കണ്ടീഷൻ നോക്കി ഒന്ന് സെറ്റ് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഒരു ട്രയൽ ഷോട്ട് എടുത്ത് നോക്കുക. അപ്പോൾ ആകാശം അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ ആ ഒരു വാല്യൂവിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഒരു 400 to 1000 ഇടയ്ക്ക് സെറ്റ് ചെയ്യുക.
ഇനി കുറച്ചുകൂടെ ലൈറ്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ 1000 മുകളിലും പോകാം. മാക്സിമം കുറച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ മൊബൈൽ ക്യാമറയിൽ ചെയ്യേണ്ട സെറ്റിങ്സ്. അവസാനമായിട്ട് നമുക്ക് ടൈമറും കൂടെ സെറ്റ് ചെയ്യണം. അതായത് ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഷെയ്ക്ക് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൊബൈൽ ക്യാമറയിൽ ചെയ്യേണ്ട സെറ്റിങ്സ്. സോ ആകാശം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്, എന്നാലും ക്ലൗഡി ആണ്. എന്തായാലും നമുക്ക് ISS വിസിബിൾ ആകുന്ന ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുവാണെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ അടുത്തതാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ സമയം ഇപ്പം 7:26 ആകാറായിട്ടുണ്ട്. ഇവിടെ മുകളിൽ 2 minutes 52 seconds എന്ന് കാണിക്കുന്നുണ്ട്. അതായത് 2 minute 50 സെക്കൻഡിനുള്ളിൽ ISS ആകാശത്ത് വിസിബിൾ ആകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ISS വിസിബിൾ ആകുന്ന ഡയറക്ഷനിൽ ജസ്റ്റ് നോക്കി നിൽക്കുക. അപ്പോൾ എന്തായാലും നമുക്കിത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും ആകാശം ക്ലിയർ ആണെങ്കിൽ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണും DSLRും ആ ഡയറക്ഷനിലോട്ട് ജസ്റ്റ് പോയിന്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ കേസിൽ കംപ്ലീറ്റ് ക്ലൗഡിയാണ്. അപ്പോൾ എനിക്കിത് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കടന്നു പോകുന്ന ആ ഡയറക്ഷൻ നോക്കിയിട്ട് ആ ഒരു ഡയറക്ഷൻ ജസ്റ്റ് ഗസ് ചെയ്തിട്ട് ഫോണും മൊബൈൽ ഫോണും പ്ലേസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പോവാണ്. കിട്ടുമോ എന്നറിയില്ല, എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലെ സെറ്റിങ്സ് ഒന്ന് നോക്കാം. സോ ഞാനിവിടെ മാനുവൽ മോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഷട്ടർ സ്പീഡ് 20 seconds ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പച്ചർ 3.5 ആണ്. ഇനി ISO നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ISO നമുക്കൊരു 800 സെറ്റ് ചെയ്യാം. സോ ISO സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ടൈമറും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. സോ ടൈമർ സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ 2 seconds ഉണ്ട്, 10 seconds ഉണ്ട്. ഞാനിവിടെ ഒരു 10 seconds ടൈമറും കൂടെ സെറ്റ് ചെയ്യുവാണ്. സോ ഇത്രയാണ് നമ്മുടെ ക്യാമറയിൽ ചെയ്യേണ്ട സെറ്റിങ്സ്. പിന്നെ ലെൻസ് 18 to 55 mm ലെൻസാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓട്ടോ ഫോക്കസ് മാറ്റി മാനുവൽ ഫോക്കസ് ചേഞ്ച് ചെയ്തിട്ട് ഫോക്കസിങ് ഇൻഫിനിറ്റി ആണ് സെറ്റ് ചെയ്യുന്നത്. 18 mm ഫോക്കൽ ലെങ്ത്തിലാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ഏരിയ കവർ ചെയ്യാൻ പറ്റും. പിന്നെ ലെൻസിൻ്റെ സ്റ്റെബിലൈസേഷനും കൂടെ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട സെറ്റിങ്സ്. സോ ആ കാണുന്ന ഡയറക്ഷനിലാണ് ISS വിസിബിൾ ആകുന്നത്. ക്യാമറ ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ എടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് DSLR ക്യാമറ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഫോട്ടോ. നല്ല ഒന്നാം തരം ഫ്ലോപ്പ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ISS എനിക്ക് ആകാശത്ത് ഒട്ടും തന്നെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഗസ് ചെയ്തിട്ട് ഒരു പൊസിഷനിൽ വെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഫോട്ടോയിൽ കാണാൻ പറ്റിയില്ല. പിന്നെയാണ് ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ISS എൻ്റെ തലയ്ക്ക് മുകളിലൂടെ കടന്നു പോകുന്നതായിട്ട് കണ്ടത്. അതായത് ഒരു നക്ഷത്രം ആകാശത്തൂടെ കടന്നു പോകുന്ന പോലെയാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നമ്മുടെ മൊബൈൽ ഫോൺ പെട്ടെന്ന് സെറ്റ് ചെയ്തു, അതിലോട്ട് ഫേസ് ചെയ്തു നേരെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് ഫോട്ടോയിൽ ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമ്മുടെ DSLR ക്യാമറ വെച്ച ട്രൈപോഡാണ്. ട്രൈപോഡിന്റെ ലെഗിലാണ് ഞാൻ മൊബൈൽ ഫോൺ ചാരി വെച്ച് ഫോട്ടോ എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് അത് ഫോട്ടോയിൽ ഇങ്ങനെ കാണുന്നത്. പിന്നെ ഒരുപാട് ക്ലൗഡ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോ ഇങ്ങനെ കിട്ടുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയ്ക്ക് നല്ല ഫോട്ടോ അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ISS ഫോട്ടോയിൽ കാണാൻ സാധിച്ചു. അത് തന്നെ വലിയ കാര്യമാണ്. സോ എല്ലാവർക്കും ISS ആകാശത്ത് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നും അതിന്റെ ഫോട്ടോ എങ്ങനെ എടുക്കാൻ പറ്റുമെന്നും മനസ്സിലായി ഞാൻ കരുതുന്നു. നിങ്ങൾ ISS ഡിറ്റക്ടർ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ISS ഇനി ആകാശത്ത് എപ്പോൾ കാണാൻ പറ്റുമെന്ന് നോക്കിയിട്ട് അതിന്റെ ഫോട്ടോ എടുക്കാനും ആകാശത്ത് നിരീക്ഷിക്കാനും ശ്രമിക്കുക. നല്ലൊരു കാഴ്ച തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യാനും മറക്കരുത്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.